ഓം ശ്രീ സായിനാഥായ നമ. സച്ചരിതം ശ്രീ സായി ബാബ ഭക്തന്മാരുടെ ഒരു പുണ്യഗ്രന്ഥമാണ്. അത് വായിച്ച് പലതരത്തിലുള്ള ഫലം കിട്ടിയവരും കിട്ടിക്കൊണ്ടിരിക്കുന്നവരും ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. ബാബയുടെ ലീലകളും അനുഭവങ്ങളും ചിത്രീകരിച്ചുള്ള ഗ്രന്ഥമാണ് സച്ചരിതം. ശ്രീ സായി ബാബയെ മനുഷ്യരൂപത്തിലുള്ള ദൈവമായിട്ടാണ് ഭക്തന്മാർ വാഴ്ത്തിപ്പോരുന്നത്. ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ ബാബയുടെ ജ്ഞാനദൃഷ്ടിക്ക് ഗോചരമായിരുന്നു. ഒരു മുഹമ്മദീയ ഭിക്ഷുവായിട്ടാണ് ആദ്യകാലങ്ങളിൽ ബാബ അറിയപ്പെട്ടിരുന്നത്. ഭക്തന്മാരുടെ അടിമയാണ് താനെന്ന് ബാബ പലപ്പോഴും പറയുമായിരുന്നു. കഥകൾ, ഉപദേശങ്ങൾ, ലീലാവിലാസന ചെയ്യുന്ന കർമ്മങ്ങൾ എന്നീ ഉപാധികളിലൂടെയാണ് ബാബ ഭക്തന്മാരെ ഉത്തേജിപ്പിച്ചിരുന്നത്. സൃഷ്ടികൾ വച്ച് ഏറ്റവും മഹത്തരമാണ് മനുഷ്യജന്മം. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ജന്മം സഫലമാകും. ശരീരവും മനസ്സും ഈശ്വരദത്തമാണ്. അവ കൊണ്ട് ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം. കണ്ണുകൾ ഭഗവാന്റെ വിഗ്രഹങ്ങൾ കാണാനും, ചെവികൾ ഭഗവാന്റെ നാമങ്ങൾ ശ്രവിക്കാനും, നാസിക ഈശ്വര സാന്നിധ്യം ഗ്രഹിക്കാനും, നാവ് ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുവാനും, കൈകൾ ഭഗവാനെ കൂപ്പുവാനും, കാലുകൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉപയോഗിക്കണം. ഈ വിധം പെരുമാറിയാൽ ഒരുവന് ഭക്തിമാർഗത്തിൽ കൂടി ബ്രഹ്മജ്ഞാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. എങ്ങനെ ബ്രഹ്മജ്ഞാനത്തിലെത്താമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ ബാബ വ്യക്തമാക്കിയിട്ടുള്ളത് സച്ചരിതത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. ശ്രീ സായി ബാബയുടെ ജീവിതം സാധാരണക്കാരൻ്റേതിൽ നിന്നും ഏറെ ഭിന്നമായിരുന്നില്ല. കാഴ്ചയിൽ ചിന്താമഗ്നനും ദൃഢമനസ്കനുമായിരുന്ന ബാബ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. ജീവിതാന്ത്യം വരെയും ഭിക്ഷയെടുത്താണ് അദ്ദേഹം ജീവിച്ചത്. ആഡംബര ജീവിതത്തിൽ തുലവും വിമുഖനായിരുന്നു. ബാബയുടെ ജന്മസ്ഥലം, മാതാപിതാക്കൾ, ജാതി എന്നിവ ഇന്നും അജ്ഞാതമാണ്. ശ്രുതിയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു എന്ന് പോലും വ്യക്തമല്ല. ശ്രീ സായി ബാബയുടെ ജീവിതവും സന്ദേശവും മനസ്സിലാക്കി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ആർജിക്കാൻ വായനക്കാരെ ഈ കൃതി പ്രാപ്തമാക്കുമെന്ന കാര്യത്തിൽ ശങ്ക ഏതുമില്ല. സച്ചരിതത്തിൻ്റെ പാരായണം ഭക്തിയും ശ്രേയസ്സും വർദ്ധിപ്പിക്കുമെന്ന് ഫലശ്രുതിയിൽ ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശ്രീ സായിനാഥൻ നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.